സാർ നേരത്തെ പറഞ്ഞൊരു വിഷയം ലഹരി, ഈ പ്രണയവും ലഹരിയും കൂടി ഇപ്പോൾ ഒന്നിച്ചു പോകുന്ന അവസ്ഥയാണ്. പ്രണയക്കെണിക്ക് വേണ്ടി ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് MDMA. ഇപ്പം അത് സർക്കാരും അല്ലെങ്കിൽ പോലീസൊക്കെ തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പാലാ പിതാവ് അന്ന് പറഞ്ഞത്, അതിനുശേഷം പല ക്രൈസ്തവരും പറഞ്ഞു പോയ നർക്കോട്ടിക് ജിഹാദ് മുതൽ പ്രണയക്കെണി, ലവ് ജിഹാദ്, ഇതിനെല്ലാം വ്യക്തമായോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തെളിവ് ഇന്ന് സമൂഹത്തിൽ നിന്ന് കിട്ടുകയാണ്. ഇന്നലെ നടന്നൊരു സംഭവം, അതായത് മലപ്പുറം ജില്ലയിൽ വേങ്ങരയിൽ അബ്ദുൽ ഗഫൂർ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ 14 വയസ്സ് മുതൽ പ്രണയിച്ച് മയക്കുമരുന്ന് നൽകി, MDMA ഭക്ഷണത്തിൽ നൽകി പീഡിപ്പിച്ചു പോന്നു. ആ പെൺകുട്ടി പോലും തനിക്ക് MDMA നൽകുന്നുണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിഞ്ഞില്ല. ആ പെൺകുട്ടിയെ ഇപ്പോൾ പ്രായപൂർത്തിയായ ശേഷമാണ് ആ പെൺകുട്ടി തിരിച്ചറിയുന്നത് തനിക്ക് ലഹരി ഇത്ര വർഷമായി നൽകിയിരുന്നുവെന്ന്. അത് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയും കൂടിയാണ്. ആ പെൺകുട്ടിയെ പ്രണയിച്ചാണ് മന്തിയിലും ജ്യൂസിലൊക്കെ MDMA കലർത്തി നൽകിയത്. അയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിൻ്റെ ഒരു പ്രതികരണമുണ്ട്, അതൊന്നും നമുക്കൊന്നും ഇപ്പോൾ കേൾക്കാം. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തിക്കുന്നത്, അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റ് ലൈംഗികരണം ഉപയോഗിക്കുക, അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക. വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു, ആ കുട്ടിയെ പ്രണയത്തിൻ്റെ അടിമയാക്കി മാറ്റുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കൊരു റിപ്പോർട്ട് മറ്റൊരു വന്നിരുന്നു, MDMA നൽകുന്നത് പെൺകുട്ടികളിൽ ഈ റൊമാൻറ്റിക് മൂഡ് ഉയർത്തുന്നു എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾ പോലും അറിയാതെ ഈ ലഹരി കെണി നൽകുന്നുണ്ട് പെൺകുട്ടികൾക്ക്. പലപ്പോഴും അവരെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ കുട്ടികൾ തിരിച്ചറിയുന്ന പോലും ഉണ്ടാവില്ല. തിരിച്ചറിയാതിരിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടാകാം, അല്ലേ? തീർച്ചയായിട്ടും. അതെന്താന്ന് ചോദിച്ചാലേ, ഈ പ്രണയം ഇന്നത്തെ കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ന്യൂജൻ സിനിമകളുടെ സ്വാധീനം, നമ്മുടെ സംസ്കാരത്തിന്റെ മാറ്റം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ, ആൺ പെൺ സമൂഹത്തെ മൊത്തത്തിൽ മാറ്റി. ഇന്ന് പണ്ടത്തെ കാലത്ത് പറഞ്ഞ ഹൃദയം കൊണ്ടുള്ള പ്രണയമല്ല, ഇന്നത് ശരീരം കൊണ്ടുള്ള കാമമാണ്. അതിനെ നമുക്ക് ഒരിക്കലും പ്രണയം വിളിക്കാൻ പറ്റില്ല, ഇന്ന് കാമമാണ്. ഈ കാമ ആവേശത്താൽ അതിന്റെ തീവ്രതയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ, ഈ പെൺകുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് 100% വസ്തുതയാണ്. ഇപ്പൊ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ എത്രയോ ജ്യൂസ് പാർലറുകളിലും ഐസ്ക്രീം പാർലറുകളിലും ജനത്തിരക്കുള്ള, പ്രത്യേകിച്ചും യൂത്തിന്റെയും കുട്ടികളുടെയും തള്ളിക്കയറ്റമുള്ള സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി, എക്സൈസ് റെയ്ഡ് നടത്തി കണ്ടെത്തി കഴിഞ്ഞു. അതിനകത്ത് കഞ്ചാവ് തൈലമുണ്ട്, അതിനകത്ത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതിനകത്ത് മയക്കുമരുന്നിന്റെ സ്വാധീനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ഇടപെടലുകൾ പല സ്ഥലത്തുണ്ടെങ്കിലും അത് ഒരു ദിവസം വന്നു അത് പോകുന്നല്ലാതെ ഇതിന്റെ സോഴ്സുകളെ പറ്റിയിട്ടോ ഇതിന്റെ ഉറവിടങ്ങളെ പറ്റിയിട്ടോ അന്വേഷിച്ചു പോകുന്നില്ല. ഞാന് ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ട് ഒരു പയ്യൻ, ഈ പറയുന്ന പോലെ തന്നെ ഉള്ളൊരു പയ്യൻ പ്രണയം നടിച്ച് അവളെ കൊണ്ടുപോയേക്കുന്ന, അവളെ കൂട്ടിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരും. എല്ലാ ആഴ്ചയിലും തന്നെ നാട്ടിലേക്ക് യാത്രയാണ്, അതും പ്രൈവറ്റ് കാറുകളിൽ. അപ്പൊ ഈ പ്രണയത്തിന്റെ തീവ്രതയിൽ ഈ യുവാവിന്റെ കൂടെ പോരുന്ന പെൺകുട്ടിയുടെ ബാഗിനകത്ത് ഇവന്റെ ഡ്രസ്സ് എന്ന പേര് പറഞ്ഞ് കൊടുത്ത 1-2 സാധനങ്ങൾക്കകത്ത് 500 ഗ്രാം 600 ഗ്രാം 700 ഗ്രാം 800 ഗ്രാം MDMA ഒക്കെ ഇരിക്കുന്നത്. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവൻ അത് മേടിക്കുന്നു, അവൾ അറിയുന്ന പോലുമില്ല. ഒരു ദിവസം അതേപോലെ ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് വെച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ്, ബാഗ് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ്, സ്ഥിരം ഈ വണ്ടി വരുന്നു, എല്ലാ ആഴ്ചയിലും വരുന്നു, അന്യസംസ്ഥാന വണ്ടി കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ കണ്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന ബാഗിനകത്ത് ഈ സാധനം വരുന്നത്. ഈ കൊച്ചിന് പൂർണ്ണമായിട്ടും ആ കാര്യത്തിൽ നിരവധിയില്ല, അവൾക്ക് അറിയത്തില്ല, ഇവൻ ഉപയോഗിക്കുന്നുണ്ടോന്ന് പോലും അറിയത്തില്ല. ആ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവൾ അറിയുന്നത് ഇവൾ ഇതിന്റെ കാരിയർ ആയിരുന്നു. മറ്റൊരു കേസില് ഈ ഡ്രഗ് കൊടുത്ത്, ഇപ്പം ഡിജോ പറഞ്ഞ പോലെ തന്നെ ഡ്രഗ് കൊടുത്ത് മയക്കി ഈ കൊച്ചിനെ ഇവരുടെ കസ്റ്റഡിയിലാക്കി ഇവളെ വണ്ടിയെ കയറ്റിയിട്ട് നൈറ്റിൽ ബൈക്ക് ഓടിച്ചു പോയി സപ്ലൈ ചെയ്യുന്നവർ എറണാകുളത്തുണ്ട്, കൊച്ചി സിറ്റിയുടെ ഉള്ളിലുണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ വിങ്. അതിനുശേഷം ഈ കൊച്ച് അവരെ വിടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവളൊരു മാനസിക നില തെറ്റി, ഇതെല്ലാം കൂടി ഉപയോഗിച്ച് ഇങ്ങനെ പോയി അവസാനം ഇവള് അവനോട് പറഞ്ഞു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം പറയണത് പറ്റില്ല, അത് പറ്റണമെങ്കിൽ നീ ശ്രമമാവും. ഇവിടെ പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞ് ഈ കുഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുമ്പോൾ, അവർക്ക് വീട്ടിലും പോകാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടെ മതത്തെ പറ്റി പറയുന്നത്.
ഇതിനെയാണ് ഈ ചതി എന്ന് പറയുന്നത്, ഇതിനെ കെണി എന്ന് പറയുന്നത്. ഇത് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഈ ഡ്രഗുമായിട്ട് പിടിക്കപ്പെട്ട 11% ആൺകുട്ടികളും പെൺകുട്ടികളാണ്. ഇതില് ആൺകുട്ടികളെല്ലാം തന്നെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ്, പെൺകുട്ടികൾ 2 മതവിഭാഗങ്ങളിൽ പെടുന്നവരും. ഒരു ഇസ്ലാം സമൂഹത്തിലെ ഒരു പെൺകുട്ടിയെ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ കൊച്ചി ഭാഗത്തൊക്കെ കാസർഗോഡ് നിന്ന് വന്ന് വളരെ മനോഹരമായിട്ട് ട്രേഡ് ചെയ്യുന്നവരും ഈ രീതിയിൽ കൊണ്ടുപോയി പെൺകുട്ടികളെ മയക്കി ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതുമായ വലിയ റാക്കറ്റുകൾ അടക്കം കൊച്ചി ഭാഗത്തൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും പോലീസിന്റെ അന്വേഷണങ്ങൾ പോകുന്നില്ല. ഒരിക്കലും സ്ത്രീകളെ കേന്ദ്രീകരിച്ച് MDMA അന്വേഷണം നടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്നൊക്കെ പോകുന്ന ട്രിപ്പ് പോകുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോളിടെക്നിക് ഹോസ്പിറ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞ പോലെയാണ് പോകുന്ന ബസ്സുകളിൽ പോലും ഇത് അവൈലബിൾ ആകുന്ന അവസ്ഥ. ഇവർ ചെന്ന് ഇറങ്ങുന്ന മാർക്കറ്റുകളിൽ, ഇവർ ചെന്ന് താമസിക്കുന്ന ഹോട്ടലുകളിൽ ഈ ഡ്രഗ് അവൈലബിൾ ആകുന്ന അവസ്ഥ. ഇതൊക്കെ അതിഭീകരമാണ്. അതിലൂടെയൊക്കെ ആണ് ഒരു പരിധിവരെ ഈ കുട്ടികളെ ചതിയിൽപ്പെടുത്തുന്നത്. അങ്ങനെ ചതിയിൽപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ ചതിക്കകത്ത് പെട്ട് നിന്നു പോകുന്നു. അപൂർവം ധൈര്യം വരുന്നവര്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര്, ഏതെങ്കിലും സമയത്ത് മാതാപിതാക്കന്മാരെ പറ്റി ചിന്തിക്കുന്നവര്, ഏതെങ്കിലും സമയത്ത് ദൈവത്തെ പറ്റി ചിന്തിക്കുന്നവരൊക്കെയാണ് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് പോയി പെട്ടുകിടക്കുന്ന അനേകം കുട്ടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.